സൂത്രവാക്യം സൈറ്റിൽ ഷൈൻ ടോം ചാക്കോ നല്ല പിള്ളയായിരുന്നുവെന്ന അണിയറ പ്രവർത്തകരുടെ വാദം പച്ചക്കള്ളം. അവിടെ പലതും നടന്നു. എല്ലാം എല്ലാവർക്കും അറിയുകയും ചെയ്യാമായിരുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസിന്റെ പരാതി ശരിവെച്ച് സിനിമാ താരം അപർണ ജോൺസ് രംഗത്ത് വരികയാണ്. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ ഷൈൻ തന്നോടും മോശമായി പെരുമാറിയെന്ന് നടി പറഞ്ഞു. ലൈംഗിക ചുവയോടെയുള്ള തീർത്തും മോശമായ സംസാരമായിരുന്നു ഷൈനിന്റേതെന്നും ഷൂട്ടിങ്ങിനിടയിൽ ഇത് വലിയ ബുദ്ധിമുട്ടായെന്നും അപർണ പ്രതികരിച്ചു. സംഭവത്തിൽ ഷൂട്ടിനിടയിൽ തന്നെ ഐസി അംഗത്തോട് പരാതി പറഞ്ഞിരുന്നുവെന്നും അവർ പറഞ്ഞു. തനിക്ക് മാത്രമല്ല മറ്റൊരു നടിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് വിൻസി വെളിപ്പെടുത്തിയിരുന്നു. ഇതാണ് അപർണയുടെ തുറന്നു പറച്ചിലിലൂടെ ശരിയാണെന്ന് തെളിയുന്നത്. ഇതോടെ സൂത്രവാക്യത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവും തങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് വ്യക്തമായി. വിൻസിയുടെ പരാതിയിൽ നടനെ രക്ഷിക്കാനുള്ള സൂത്രവാക്യമായിരുന്നു അത്. തന്റെ പരാതിയിൽ ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി ഉടനെ പരിഹാരമുണ്ടാക്കിയെന്നും ഓസ്ട്രേലിയയിൽ കഴിയുന്ന അപർണ പ്രതികരിച്ചു. വിൻസി പങ്കുവച്ച അനുഭവം 100% ശരിയാണ്. താനും കൂടെ ഇരിക്കുമ്പോഴാണ് വെള്ളപ്പൊടി ഷൈൻ തുപ്പിയത്. അത് മയക്കുമരുന്നാണോ എന്ന് അറിയില്ല. വിവരങ്ങൾ അമ്മ സംഘടനയ്ക്കും കൈമാറിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നതിനാൽ നിയമ നടപടികൾ ഉണ്ടായാൽ അതിന് ഭാഗമാകുന്നതിൽ നിലവിൽ പരിമിതികളുണ്ട്. നാട്ടിലായിരുന്നെങ്കിൽ ഉറപ്പായും മുന്നോട്ട് പോകുമായിരുന്നുവെന്ന് അവർ വ്യക്തമാക്കി. ലൈംഗിക ചുവയോടെ സംസാരിച്ചു. ചിത്രീകരണത്തിനിടെ ബുദ്ധിമുട്ടുണ്ടായി. താനും കൂടെ ഇരിക്കുമ്പോഴാണ് ഷൈൻ ഇങ്ങനെ പെരുമാറിയത്. ശരീരഭാഷയിലും സംസാരത്തിലും വല്ലാത്ത എനർജിയാണ്. പരസ്പരം ബന്ധമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. സ്ത്രീകൾ ഉള്ളപ്പോൾ അശ്ലീലം കലർന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. സിനിമയിലെ ഐസി അംഗം അഡ്വക്കേറ്റ് സൗജന്യ വർമ്മയോട് താൻ പരാതിപ്പെട്ടിരുന്നു. തന്റെ പരാതിയിൽ ഉടൻ തന്നെ ക്രൂ പരിഹാരം കാണുകയും ചെയ്തു. പിറ്റേ ദിവസത്തെ സീനുകൾ തലേ ദിവസം തന്നെ ചിത്രീകരിച്ച് തന്നെ സുരക്ഷിതമായി പറഞ്ഞയച്ചുവെന്ന് അപർണ അറിയിച്ചു. വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഫെഫ്ക ഭാരവാഹികൾ ഷൈനെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചിരുന്നു. ഷൈന് ഒരു അവസരം കൂടി നൽകുമെന്നും സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് ഫെഫ്ക വ്യക്തമാക്കി. അമ്മയുടെ ഭാരവാഹികളായ മോഹൻലാൽ, ജയൻ ചേർത്തല എന്നിവരുമായി ബന്ധപ്പെട്ടെന്നും അമ്മ നിയോഗിച്ച 3-അംഗ സമിതിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഫെഫ്ക ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷൈനെതിരെ നിയമ നടപടിക്ക് താനില്ലെന്ന് വിൻസി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. ഷൈൻ ടോം ചാക്കോയുമായുള്ള വിഷയം വിൻസി അവസാനിപ്പിച്ചതായാണ് സൂചന. വിഷയത്തിൽ വിൻസിയോട് ഷൈൻ മാപ്പ് പറഞ്ഞെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ പോലീസിനോട് ഈ ആരോപണം നിഷേധിക്കുകയാണ് ഷൈൻ ചെയ്തത്. പോലീസ് കേസ് ഒഴിവാക്കാനായിരുന്നു അത്. വിൻസിയും പോലീസിൽ പരാതി നൽകുന്നില്ലെന്ന നിലപാടിലാണ്. അതിനിടയിലാണ് അപർണയും വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത്. അതേസമയം സിനിമാ ലോകത്തെ ലഹരിക്ക് തടയിടാൻ ശനിയാഴ്ച സിനിമാ സംഘടനകളുടെ യോഗം വിളിച്ച് പോലീസ്. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരുടെയും വിതരണക്കാരുടെയും പട്ടിക തയ്യാറാക്കി. ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിവരം നൽകുന്ന നടികൾ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിച്ച് കേസെടുക്കുന്ന പദ്ധതി തയ്യാറാക്കിയെന്ന് ADGP മനോജ് എബ്രഹാം. ഷൈൻ ടോം ചാക്കോക്കെതിരായ കേസിൽ പിന്നോട്ടില്ലെന്നും ADGP പറഞ്ഞു. മുൻപ് തന്നെ സിനിമയിലെ ലഹരിയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചിറങ്ങിയിരുന്നു. ലഹരി ഉപയോഗം വ്യാപകമെന്നാണ് കണ്ടെത്തൽ. ലൊക്കേഷനും കാരവാനും ഹോട്ടലും എല്ലാം മറകളാക്കി അഭിനേതാക്കൾ മുതൽ അണിയറ പ്രവർത്തകർ വരെ ലഹരി ഉപയോഗിക്കുന്നു. ക്ഷീണം കൂടാതെ കൂടുതൽ സമയം ജോലി ചെയ്യുക എന്നതാണ് ലക്ഷ്യങ്ങൾ. സ്ഥിരമായി ഉപയോഗിക്കുന്നവരുടെയും ഏതാനും വിതരണക്കാരുടെയും പട്ടികയും തയ്യാറാക്കി.